എല്ലാവർക്കും ലാല ഫാമിലി വ്ളോഗ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയല്ലോ പെട്ടെന്ന്. ഇതിന് ഞങ്ങൾക്ക് വേവിച്ച് വെച്ച ഏത് ബസ്മതി റൈസും എടുക്കാം കേട്ടോ, നീളരി. പിന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, എഗ്ഗ്. അങ്ങനെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കുക. ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തിട്ടിടുക. അത് നന്നായിട്ട് സോട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് എത്ര വെജിറ്റബിൾസ് ആണോ, ഞങ്ങൾ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഉപയോഗിക്കുന്നത് അത് അതിലേക്ക് ഇടുക എന്നുള്ളതാണ്. പിന്നെ നന്നായിട്ട് അത് തീ കുറച്ച് വെച്ചിട്ട് സോട്ട് ചെയ്തെടുക്കുക. അതിൽ ഉപ്പിടുക, പെപ്പർ ഇടുക, നന്നായിട്ട് സോട്ട് ചെയ്തൊരു പാകമാകുമ്പോൾ നിങ്ങളതിലേക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ്ഗ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള എഗ്ഗ് എടുക്കുക. റൈസ് എത്ര റൈസാണ് എടുക്കുന്നത് അതിനാവശ്യമുള്ള എഗ്ഗ്. ഞാൻ 2 എഗ്ഗാണ് ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ട് നമ്മൾ അണ്ടാബുർജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. വെജിറ്റബിളിനോട് നല്ലോണം മിക്സ് ആവണമെന്ന വരെ തീ കുറച്ചിട്ട് ചെയ്യുക. പിന്നെ നമുക്ക് റൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്കതിൽ സോസ് ആഡ് ചെയ്യാം, ഗരം മസാല ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇത്ര വേണ്ടുള്ളൂ. അന്നപ്പോഴേക്ക് നമുക്ക് എന്തായി, ഫ്രൈഡ് റൈസ് ആയി. ഓക്കേ.